ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സമയം 11:05. ഇന്നലെ തന്നെ ബാക്കിക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്കൊരു 10 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന് ബസ്സിൽ. എന്നാൽ അവിടെ എത്തിയിട്ട് നോക്കാം ബാക്കി അവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ, ഡെമോൺസ്ട്രേഷൻ. നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ കഡാവർ, അതായത് ഡെഡ് ബോഡീസ് ഇല്ല, പകരം മാനിക്കൈൻസ് ആണ് ഉണ്ടാവാറുള്ളത്. ഞാനിപ്പം ചെയ്യാൻ പോണത് ഒരു ഡമ്മീൻ്റെ മണ്ടയിൽ CPR കൊടുക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ 2 പാഡ് ഉണ്ട്, അതങ്ങനെ വെക്കുക, അതിന് പൊസിഷൻ ഉണ്ട്, അതിനനുസരിച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. മെഷീനായിട്ട് കണക്റ്റഡ് ആണ്, അതപ്പം അത് ഇൻസ്ട്രക്ട് ചെയ്യും, അതേപോലെ ചെയ്യണം. നമ്മൾ ചെയ്യണത് 30 കംപ്രഷൻ, 30 കംപ്രഷൻ, പിന്നെ 2 ബ്രത്ത് കൊടുക്കുന്നു. ഇപ്പം കംപ്രഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്, അത് 30 എണ്ണം ചെയ്യും. എന്നിട്ട് 2 ബ്രത്ത് കൊടുക്കും, വീണ്ടും അതേപോലെ ചെയ്യും. അത്തരത്തിലൊരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ബ്രത്ത് കൊടുക്കുന്നത്. സംഗതി സിമ്പിളാണ്, പക്ഷേ കുറേ നേരം CPR കൊടുക്കുമ്പോൾ കൈയൊക്കെ വേദന എടുക്കും. കണ്ടോ, ഇപ്പം തന്നെ ഞാൻ കുഴങ്ങി. നമ്മൾ ഈ ചെയ്യുന്ന പ്രാക്ടീസിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഓസ്കി എന്ന് പറഞ്ഞൊരു എക്സാമിന് വേണ്ടിയിട്ടാണ്. സോ എൻ്റെ ഫ്രണ്ട്സ് ഒരു ചെറിയ കുട്ടിയുടെ ഡമ്മീൻ്റെ മുകളിൽ CPR കൊടുക്കുന്നുണ്ട്. അത് തള്ളവിരൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 30 കംപ്രഷൻ, പിന്നെ 2 ബ്രത്ത്, വീണ്ടും ആ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കും. സെക്കൻഡ് സെമ്മിലെ ഓസ്കിക്ക് 4 സ്റ്റേഷനാണ് വരുന്നത്. അതിലൊന്ന് BP എടുക്കാനും, മറ്റൊന്ന് CPR എടുക്കാനും, മറ്റൊന്ന് ഹാൻഡ് ഹൈജീൻ, അതായത് മെഡിക്കൽ സ്റ്റാഫ് എങ്ങനെ വേണം കൈ ഹൈജീനായി കൊണ്ട് നടക്കണം. 4ാമത് വരുന്നത് ബ്രേക്കിംഗ് ബാഡ് ന്യൂസ്. ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതാണ് ബ്രേക്കിംഗ് ബാഡ് ന്യൂസ്. ഈ സബ്ജക്റ്റിൽ ഈ പ്രാക്ടീസ് കൂടാതെ മറ്റു കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ബ്ലഡ് പ്രഷർ എടുക്കാനും, പിന്നെ ECGയുടെ ഓരോ ലെഡുകൾ എവിടെ വെക്കണം, പിന്നെ ഒരു പേഷ്യൻറ്റ് ചോക്ക് ചെയ്യുമ്പം എങ്ങനെ അവരെ റെസ്ക്യൂ ചെയ്യണം എന്നുള്ളതുണ്ട്. ഓസ്കിയുടെ എക്സാം ഔട്ട് ഓഫ് 20ലാണ്, അതിൽ 10 മാർക്ക് വേണം പാസ്സാവാൻ. അതുപോലെ തന്നെ ക്ലിനിക്കൽ സ്കിൽസിൻ്റെ എക്സാമിന് 20ലാണ്, അതിൽ 10 പാസ്സാവാൻ. ഇന്നത്തെ ഓസ്കി അതായത് പ്രാക്ടീസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇനി എന്താ കഴിക്കാൻ വിചാരിച്ചു. ഇന്നലെ കാണിച്ചൊരു ഷോപ്പിൽ തന്നെ കഴിക്കണേ. ഇത് പിസ്സ. ഈ പിസ്സേൻ്റെ ബാക്കിയാണിത്. ഞങ്ങൾ കട്ടടിച്ചതാണ്, ഷെയർ അടിച്ചാണ്. ഇതെന്താ സാധനം? ലോബിയാനി വിത്ത് പെപ്പർ. ലോബിയാനി നമ്മളെ ബീൻസില്ലേ, രാജ്മ അല്ലേ, അത് അടിച്ച് പെരത്തിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കണതാണ്. ഫുള്ള് ബീൻസിൻ്റെ ഫില്ലിങ്ങാണ്. ഓസ്കീൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഇരുന്നിട്ട് കുറച്ച് നേരം വായിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. എന്താ അറിയില്ല ഗൈസ്, ഞങ്ങള് ലൈബ്രറിയിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ഞാനും ഒരു 2 മണിക്കൂറോളം ഇത് പഠിച്ച് രണ്ട് അതിന് വന്നപ്പോ തുടങ്ങി എന്തോ വെതറയോ വെറുതെ എന്തോ പറയാൻ തുടങ്ങിയിട്ട് പാവത്തിൽ എന്തോ പറ്റി തോന്നണം. ഓ, ഞങ്ങൾ വെതറല്ല, സ്ഥലം കാണിച്ചപ്പാ. ആ കാണുന്ന ബിൽഡിംഗ് ആണ് യൂണിവേഴ്സിറ്റി. അവിടെ നിന്നുള്ള വ്യൂവാ. ഞങ്ങളെ യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഒരു ബിൽഡിംഗ് അല്ല ഉള്ളത്, അല്ലേ? ഞങ്ങൾ ബിൽഡിങ്ങുകൾ ഏറെയാണ്. ഗോത്തു എന്ന് പറഞ്ഞ ബിൽഡിങ്, അത് ആ വശത്തോട്ടാണ്. പിന്നെ ആ കാണുന്ന ബിൽഡിങ്, അതിന് പുറകിൽ ലൈബ്രറി പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അതിന് പുറകിൽ മെഡിക്കൽ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ഞാൻ രാവിലെ പ്രാക്ടീസിന് പോയ 5ാമത്തെ ബിൽഡിംഗ് കവത്രാട്സ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ 4th ഇയർ 5th ഇയർ 6th ഇയർ അത് വേറെ ബിൽഡിങ്ങിലാണ് ഹോസ്പിറ്റൽസിൽ. ഏതോ സൂന്ന് കിട്ടിയതാണ് ഈ കുട്ടിയെ. ആര് ചത്തുപോയി? കണ്ടന്റ് ഇല്ലായിരുന്നു. ഇതിന്റെ ഒരു 24 ഡേ അടിച്ചിന്റെ ഫുൾ കണ്ടന്റ് ആയിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി എനിക്ക് തിരിച്ച് റൂമിൽ പോകണം, ഫുഡ് കഴിക്കണം, പഠിക്കണം നല്ലോണം. ശരിക്കും പഠിക്കണം. അതൊക്കെയാണ്. ഇനി ബാക്കി വഴിയെ കാണാം.
സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ എന്ന് എടുത്തതാണ്, അന്നത്തെ പാർട്ട് 2 ആണിത് വരുന്നത്. എക്സാംസ് ആയതുകൊണ്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വൈകുന്നതാണ്. എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചറ പറയാന്ന് വീഡിയോ ഇടാൻ മാക്സിമം ഞാൻ നോക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക, അതിനനുസരിച്ച് വീഡിയോസൊക്കെ ചെയ്യാം. സോ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.